ഹായ് ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൽ അഞ്ജനയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. എല്ലാവരും നല്ല ടെൻഷനിലാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഡോക്ടർ വന്നിട്ട് പറയും കുഴപ്പമില്ല, ബോധം തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ അരമണിക്കൂർ കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബ്ലീഡിങ്ങോ സ്വെല്ലിങ്ങോ ഉണ്ടാവാം, അതുകൊണ്ട് ഒബ്സർവേഷനിൽ വെക്കുകയാണ്. CT സ്കാൻ എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ മറ എടുക്കാം കേട്ടോ എന്ന് പറയും. അപ്പോൾ സത്യദാസ് പറയും ഓക്കെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇവർ രണ്ടുപേരും പുറത്തേക്ക് വരും കേട്ടോ. അങ്ങനെ അജയ് പറയും അത്ര വലിയ വീഴ്ചയൊന്നുമല്ല, ഞാൻ സ്റ്റേഷനിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവളുടെ ആ ശ്രമത്തിനിടയിൽ പറ്റിപ്പോയതാ, അതുകൊണ്ട് ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ തന്നെ സത്യദാസ് പറയും വേണ്ട, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ അവളെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു എന്ന് വരെ ഭവാനി പറഞ്ഞെന്നിരിക്കും, അതുകൊണ്ട് വല്യമ്മാവന് വേണ്ടി മോനൊന്ന് പോവരുത്. അപ്പം അജയ്ക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, അന്നെ നമുക്ക് റൂം വെച്ചാലോ? സത്യദാസ് ആന്ന് പറയൂട്ടോ. അങ്ങനെ അജയ് അവിടെ നിന്ന് പോവാണ്, സ്റ്റേഷനിലേക്ക് പോകുന്നില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഭൂമി വേറെ ഏതൊക്കെയോ വഴിയിലൂടെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഭൂമി രാത്രി സ്റ്റേഷനിൽ കയറുമ്പോൾ ബാലൻ സാർ വയ്ക്കും എന്താ ഭൂമി ഈ സമയത്ത്? ഭൂമിക്കും സാർ എത്തിയോ? എത്തിയിട്ടില്ല, വരുന്നു വിളിച്ചു പറഞ്ഞിരുന്നു. ഭൂമി അറിയും അച്ഛൻ എഴുതിയൊരു കത്ത് കിട്ടി, അത് ഏൽപ്പിക്കാനാ. വരുന്നു വിളിച്ചു പറഞ്ഞു, എത്തിയിട്ടില്ല. ഭൂമി ഇവിടെ ഇരിക്കി, ചായ വേണോ? ഭൂമി ഞെട്ടും. ബാലൻ സാറ് ചായക്കട തുടങ്ങിയോ? അല്ല, രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി കെറ്റിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓ അങ്ങനെ. ഇതേ സമയം ആ കമാല അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുക ഭൂമിനെ. സാറിനി മറന്നോന്ന് അറിയില്ലല്ലോ എന്ന് ഭൂമി പറയുമ്പോൾ അങ്ങനെയൊന്നും വരില്ല മോളെ, അങ്ങോട്ട് വിളിച്ച് ചോദിക്കാനും പറ്റില്ല, ചോദിച്ചാൽ എവിടെ ഇട്ടാ ചൊറിയാൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. പിന്നെ ബാലൻ സാറേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആരോ ഒരാളെ എന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നി, ഇടയ്ക്ക് ഞാൻ വഴി മാറിയാ വന്നത്. അവ കേൾക്കുമ്പോൾ ഒന്ന് പുറത്ത് നോക്കിക്കേടോ എന്ന് പറയുമ്പോൾ രണ്ട് പോലീസുകാർ പുറത്തേക്ക് വന്ന് നോക്കുക. അങ്ങനെ ഇവർ പോയി നോക്കുമ്പോൾ അവിടെ ഒരു ബുള്ളറ്റ് ഉണ്ട് കേട്ടോ. ആ കമാല അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ഇവർ ചുറ്റും നോക്കുമ്പോൾ ആരും കാണാതാവും. അങ്ങനെ സ്റ്റേഷൻ്റെ അകത്ത് വന്നിട്ട് സാറേ അവിടെ ഒരു ബുള്ളറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ബാലൻ സാർ പറയും എങ്കിൽ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും കമല് വേഗം ആ വണ്ടിയിൽ വന്ന് കയറി പോവാട്ടോ. പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അപ്പോഴേക്ക് ഭൂമി വന്നിട്ട് പറയും ഞാൻ എന്തായാലും സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോളാം, എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് ഇറങ്ങാം. പോവാൻ ബാലൻ സാറ് പറയുന്നുണ്ട് ഞങ്ങൾ നോക്കി ആരെയും കണ്ടില്ല. ഭൂമി അറിയും കുഴപ്പമില്ല, ഞാൻ റൂട്ട് മാറി പോയിക്കോളാം. ശേഷം സൗഭാഗ്യവ്രതാട്ടോ. മുത്തശ്ശി അറിയും എന്താ സംഭവിച്ചത്? ഞാനൊന്നും കണ്ടില്ല, ഭവാനിക്ക് കൂടെ പോയിക്കൂടായിരുന്നോ? അപ്പോൾ ഭവാനി അറിയും ഞാൻ പോകാൻ നിന്നതാ, പിന്നെ അജയും വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പം തോന്നുന്നു പോയാൽ മതിയായിരുന്നു എന്ന്. എങ്ങനെയാ വീണത്? അപ്പോൾ ഭവാനി അറിയും അത് പിന്നെ അജയും അഞ്ജനയും ഇപ്പം നല്ല ഇഷ്ടത്തിലാണല്ലോ, അജയ് പോകാൻ നേരത്തെ ഭൈ പറഞ്ഞിറങ്ങിയതാ, കാല് തെന്നിപ്പോയി, അങ്ങനെ ഒരു കളവ് പറയണേ. അപ്പോൾ മുത്തശ്ശി അറിയും നീ ഒന്ന് വിളിച്ചു നോക്ക് സത്യനെ. മാധവൻ പറയും ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചതാ. അങ്ങനെ രണ്ടാമത് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും സത്യദാസ് ഇങ്ങോട്ട് വിളിക്കും. എന്നിട്ട് പറയും കുഴപ്പമൊന്നുമില്ല, വിരലിനൊരു സ്ക്രാച്ച് ഉണ്ട്, ടെസ്റ്റ് എല്ലാം നോർമലാട്ടോ, ഭവാനിയോടും അമ്മയോടും ഒന്ന് പറഞ്ഞോളൂ, ഞങ്ങൾ ലേറ്റ് ആവും എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാം. അങ്ങനെ മാധവൻ എല്ലാവരോടും പറയും ഒരു കുഴപ്പമില്ലാന്ന്. മുത്തശ്ശി ദൈവം കാത്തു. ഭവാനിക്കും വേറെ എന്തെങ്കിലും? വിരലിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, വേറൊന്നുമില്ല. അല്ല അജയ് അവിടെ ഉണ്ടല്ലോ അല്ലേ? മാധവൻ പറയും അത് പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടു. സംഗീത പറയും അവൻ അവിടെ ഉണ്ടാകും, ഭവാനിക്കൊരു സമാധാനമില്ല, ഒന്ന് വിളിച്ചു ചോദിക്കോ? അങ്ങനെ വിളിച്ചു ചോദിക്കാട്ടോ മാധവനെ. അവൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, സ്റ്റേഷനിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ വിട്ടിട്ടില്ല, ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അങ്ങനെ മാധവൻ കോൾ കട്ടത് ഭവാനിയോട് പറയുമ്പോഴാണ് ഭവാനിയുടെ മുഖത്തൊരു സന്തോഷം വരുന്നത്. അപ്പോഴേക്കും ഒരു വണ്ടി വരുന്ന സൗണ്ട് കേൾക്കണേ. എല്ലാവരും അങ്ങോട്ട് നോക്കുക. സംഗീതയോട് പോയി നോക്കാൻ പറയും. വന്നിരിക്കുന്നത് ഭൂമിയാട്ടോ. സംഗീത പുറത്തുനിന്ന് അമ്മേ ഭൂമിയാ എന്ന് വിളിച്ചു പറയുമ്പോൾ തന്നെ ഭവാനിക്ക് അങ്ങ് ദേഷ്യം വരും. മുത്തശ്ശിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ വേഗം കൈപിടിച്ച് സംസാരിക്കും. മോളുടെ സങ്കടമൊക്കെ മുത്തശ്ശിക്ക് അറിയാം, ദൈവം ഓരോന്നും നിശ്ചയിച്ചിട്ടാ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത്. അപ്പൊ ഭൂമി അറിയും ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ആദ്യം വിളിക്കും അല്ലേ മുത്തശ്ശി? മുത്തശ്ശി അറിയും അതെ, അച്ഛനെ കൊലപ്പെടുത്താൻ പറഞ്ഞയച്ചവര് ദുഷ്ടജന്തുക്കളാ, അവര് ജീവിച്ചുകൊണ്ടിരിക്കാം. മുത്തശ്ശി അറിയും അതാരായിരുന്നാലും ഒരു ദിവസം പിടിക്കപ്പെടുമോളെ. ഭവാനിക്ക് അങ്ങ് ഞെട്ടൽ വരും. നിയമം അവരെ തൂക്കിക്കൊല്ലും, ജനങ്ങൾ അവരെ തല്ലിക്കൊല്ലും. ഭവാനി ആകെ പേടിക്കുന്നുണ്ട്, ഉള്ളിലൊരു ഭയം. അങ്ങനെ മുത്തശ്ശിക്കും അമ്മയെ പോയി കാണാറുണ്ടോ? മോളെന്തേലും കഴിച്ചോ? ഭൂമി അറിയും ഒന്നും വേണ്ട, ഞാൻ അജയ് സാറിനെ ഒന്ന് കാണാൻ വന്നതാ, സ്റ്റേഷനിലേക്ക് വരാമെന്നാ പറഞ്ഞത്, അവിടെ എത്തിയിട്ടില്ല, ഒരു കേസിന്റെ കാര്യത്തിനായിരുന്നു. മാധവൻ പറയും അവൻ വരാൻ വൈകും മോളെ, ഞാൻ പിന്നെ കണ്ടോളാം. മുത്തശ്ശി ഞാൻ ഇറങ്ങാ. മുത്തശ്ശി പറയും അല്ല മോളെങ്ങനെയാ വന്നേ? എന്റെ സ്കൂട്ടറിലാ. സംഗീത പറയും സൂക്ഷിച്ചു പോണേ മോളെ. അങ്ങനെ ഭൂമിയോട് നിന്ന് ഇറങ്ങുമ്പോ ഭൂമി എന്ന് വിളിച്ച് ഭവാനി അടുത്തേക്ക് ചെല്ലും. പുറത്തുനിന്ന് സംസാരിക്കാട്ടോ. എല്ലാ ദുഃഖവും ഒരു ദിവസം മാറും. എന്തായിരുന്നു അജയ് കാണാനുള്ള കേസ്? അപ്പൊ ഭൂമി അറിയും അത് അമ്മയെ രക്ഷിക്കാനുള്ളൊരു കത്താ, അച്ഛൻ എഴുതിയതാ, യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ ആ കത്ത് സഹായിക്കും. അല്ല ആ കത്ത്? ഭൂമി വണ്ടി കയറും. ആ കത്ത് ഞാൻ കൊടുത്തോളാം 2 ദിവസം കഴിഞ്ഞിട്ട്. അല്ല 2 ദിവസം എന്താ?
ഭൂമി പറയും ഒരു യാത്രയുണ്ട്, എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസറെ കാണാൻ, അദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ പറ്റും. അതെവിടെയാ? ഭൂമി പറയും കുറച്ച് അകലെയാ, ഹൈ റേഞ്ചിനടുത്ത്, അവിടെ ഒരു റിസോർട്ടിലുള്ളതെന്നാ പറഞ്ഞ്. ഭവാനിക്ക് എല്ലാം കിട്ടിയിട്ടോ. അങ്ങനെ അതും പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഭൂമി എന്താ മാഡം? അപ്പൊ ഭവാനി പറയും എന്നെ ആന്റിന്ന് വിളിച്ചാൽ മതി, അല്ല അധികം ക്ലോസ് ആവാത്തോണ്ടാ പറഞ്ഞേ. ഭൂമിയെ പോലെ എനിക്കൊരു മകളല്ലേ. ഭൂമി അനാഥയായി, വിധി എന്നുള്ളത് എന്തു പറയാനാ? അച്ഛനെ കൊന്നത് ആരാന്ന് വല്ല സംശയമുണ്ടോ? ഭൂമി അറിയും ഉണ്ട്. ഭവാനി ഞെട്ടും. ആരാ? ഭൂമി അറിയും പൂർണ്ണ തെളിവില്ലാതെ പറയാൻ പറ്റില്ലല്ലോ. ആ അത് ശരിയാ. പിന്നെ ഭൂമി പറഞ്ഞല്ലോ അച്ഛൻ എഴുതിയ കത്ത് അത് അജയ്ക്ക് കൊടുക്കാനല്ലേ? ഭൂമിയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ അല്ലേ? അമ്മയുടെ കേസിന്റെ കാര്യല്ലേ, എത്രയും പെട്ടെന്ന് അജയ്ക്ക് കൈമാറുന്നല്ലേ നല്ലത്. അല്ല പെട്ടെന്ന് അന്വേഷിക്കാലോ. ഭൂമി അറിയും അത് ശരിയാ. അപ്പൊ തന്നെ ഭവാനി പറയും എന്നാ കത്തിങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ ഭൂമി ആ കത്തെടുത്ത് ഭവാനിയുടെ കൈകളിലേക്ക് കൊടുക്കും. ഭവാനിക്ക് എന്നെ ഞെട്ടലും മാറിയിട്ടില്ല. ആ കത്ത് കിട്ടിയതിലുള്ള സന്തോഷം ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കൊടുത്ത് ഭൂമി ഇടന്ന് പോവാ. അത് കാണുമ്പോ ഭവാനിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നാ ഭൂമി ഇത്തിരി ദൂരം പോയിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ വരും. എന്താ എന്തെങ്കിലും മറന്നോ എന്ന് ഭവാനി ചോദിക്കുമ്പോ തന്നെ ഭൂമി ആ കത്ത് തിരികെ വാങ്ങിക്കുക. ഇതാ ഞാൻ മറന്നത്, ഞാൻ വന്നിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ആ കത്ത് വാങ്ങിച്ച് ഭൂമി അവിടുന്ന് പോവാ. ഭവാനി ഛേ എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യത്തിൽ നിൽക്കുക കേട്ടോ, ചമ്മിപ്പോയി. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും കമാല് വിളിക്കുന്നത്. എന്നിട്ട് പറയും അവൾ സ്റ്റേഷനിലേക്ക് കയറിപ്പോയി, ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, പോലീസുകാർക്ക് ഭയങ്കര സംശയം, അതുകൊണ്ട് ഞാൻ മാറി. അപ്പോൾ എടാ ഫൂളേ കമാലേ, അവൾ ഇവിടെ വന്നിരുന്നു, എന്നെ കവളിപ്പിച്ചിട്ട് അവൾ ഇവിടുന്ന് പോയി. അച്ഛൻ്റെ കൊലപാതകയെ കണ്ടെത്താൻ ആ കത്തിലൂടെ കഴിയുന്നേ എന്ന് വെച്ചാൽ നമ്മളാണ് കൊലപാതകി എന്ന് കണ്ടെത്താനുള്ള തെളിവാണ് അതെന്ന്. അത് കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഞാനും നീയൊക്കെ അകത്താകും. അവളെ പൊക്കാം. അപ്പൊ ഭവനി പറയും എടാ അവളെല്ല പൊക്കേണ്ടത്, ആ കത്താ. അവൾ അതും കൊണ്ട് നാളെ ഹൈ റേഞ്ചിൽ പോവാ അവളുടെ പ്രൊഫസറെ കാണാൻ. ആ കത്ത് അയാളെ കാണിക്കും. നോക്ക് നീ അവളെ ഫോളോ ചെയ്യണം. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. ഹൈ റേഞ്ചിലുള്ള ഒരു എക്സ്റ്റേറ്റാ, അവിടെ ഒരു റിസോർട്ട് ഉണ്ട്, അവിടെ അയാൾ താമസിക്കുന്നത്. കമല് പറയും ഞാൻ ഏറ്റു മാഡം, ആ കത്തുമായിട്ടേ മടങ്ങി വരാവുള്ളൂ. ആ കമല് പറയും അതുമായിട്ടേ ഞാൻ മടങ്ങി വരൂ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാം. അപ്പോഴേക്ക് സംഗീത വന്നിട്ട് പറയും ഭവാനി ഉറങ്ങിക്കൊള്ളൂ കേട്ടോ, അവര് രാവിലെ വരുള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമി പിറ്റേ ദിവസം പോകാനുള്ള ബാഗ് പാക്ക് ചെയ്യാട്ടോ. അപ്പോൾ ലക്ഷ്മി ചേച്ചി വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണേ. ഭൂമി അറിയും അച്ഛൻ്റെ ആ കത്ത് എനിക്കൊരു മെസ്സേജ് പോലെ കിട്ടിയതാ, അതും ശങ്കരനാരായണ സാറിനെ കാണാൻ പോവാന്ന് അറിഞ്ഞപ്പോൾ അതെന്തായാലും നല്ലൊരു കാര്യമാണ്. അതിന് ആ യഥാർത്ഥ കുറ്റവാളിയെ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. ലക്ഷ്മി ചേച്ചി അറിയും ആരോ മോളെ പിന്തുടർന്നു എന്ന് പറഞ്ഞില്ലേ? ഭൂമി അറിയും അതെ, അത് അച്ഛൻ്റെ കൊലപാതകികളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ല മോളെ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവർക്ക് എവിടുന്ന ശത്രുക്കളെ, അതാ ഞാൻ ആലോചിക്കുന്നത്. അല്ല മോളെ കത്ത് എന്ത് ചെയ്തു? അജയ് സാറെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത്? ഭൂമി അറിയും അതിവിടെ ഈ വീട്ടിൽ സൂക്ഷിക്കാൻ എനിക്ക് ധൈര്യമില്ല, അതുകൊണ്ട് ഞാനത് എൻ്റെ കൂടെ കൊണ്ടുപോവാ, ബാഗിലുണ്ട്. ലക്ഷ്മി ചേച്ചി അറിയും അത് നന്നായി, മോള് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ആരെങ്കിലും മോഷ്ടിച്ചാലോ അത്. അപ്പോഴേക്കും ഒരു ഓട്ടോയുടെ ശബ്ദം കേൾക്കും. ഭൂമി അറിയും ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ ഒരു ഓട്ടോ പറഞ്ഞിരുന്നു. അങ്ങനെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങാട്ടോ. അങ്ങനെ ഈ സമയത്തും കമാല് ഭൂമിയുടെ പിന്നാലെ തന്നെ ഉണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ ഭൂമി ഓട്ടോയിൽ കയറി പോവാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്തെ ഡിസ്ചാർജ് ചെയ്ത് അഞ്ജന വരാട്ടോ. അജയുടെ കൈ കയറി പിടിച്ചിട്ടാ വരുന്നത്. അജയ്ക്കാണെങ്കിൽ അതൊട്ടും താല്പര്യമില്ല കേട്ടോ. ഭവാനി സംഗീത ഇതിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജന അജയുടെ കയ്യിൽ തൂങ്ങി കിടക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ കയർക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അജയ് തട്ടി മാറ്റും. മോളെ ഓക്കെ അല്ലേ എന്ന് വെച്ച് ഭവാനി വരും. അപ്പോൾ ഓക്കെ ആണെന്ന് പറയും. സത്യദാസ് പറയും രാവിലെ പോയാൽ മതി എന്ന് ഡോക്ടറെ പറഞ്ഞ്. അവരുടെ അവകാശത്തെ ബഹുമാനിക്കാന്ന് കരുതി. ഇവൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാമോ? അജയ് പറയും കഞ്ഞി കൊടുത്താൽ മതി എന്നാ പറഞ്ഞേ, രാത്രി ഭക്ഷണം വേണ്ടാന്നും. അപ്പോഴേക്കും അഞ്ജന പറയും അങ്ങനെയൊന്നുമില്ല, എല്ലാ ഫുഡും കഴിക്കാം. സംഗീത പറയും മോള് പോയി റെസ്റ്റ് എടുക്ക്. അഞ്ജന പറയും അജയ് 2 ദിവസം ലീവ് എടുത്ത് തന്നെ ശുശ്രൂഷിക്കട്ടെ, ഇവനല്ലേ എന്നെ തള്ളിവിട്ടത്. അപ്പൊ തന്നെ അജയ് നോ പറയുമ്പോ സത്യദാസ് പറയും ഒരു ദിവസമെങ്കിലും ലീവ് എടുത്തൂടെ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഇന്നലെ ഭൂമി ഒരു കത്ത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു, ഇന്നലെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവും, ഇന്നിനി ഭൂമിയുടെ വീട്ടിൽ പോയി കാണണം എന്ന് പറഞ്ഞ അജയ് പോകുമ്പോ ഭവാനിയുടെ മുഖത്ത് ആകെ ഒരു പേടി. ചായ വേണമെന്ന് സത്യദാസ് പറയുമ്പോ സംഗീത ഏട്ടൻ വാന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോവാ. ഭവാനി ഒരു ഞെട്ടല്ലേ, എന്തോ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നിടത്താ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്